ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഇപ്പം എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഒത്തിരി നാളൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത്ര ഫെമിലിയർ ആയിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷേ ഇത് ഞാനൊരു ജെന്യുവിൻ പ്രോഡക്റ്റിൻ്റെ ഒരു റിവ്യൂ ഇടണം എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റാണ്. അപ്പം നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇടുന്ന ഒരു റിവ്യൂ ആണ്. ഇത് മിക്ക ആൾക്കാർക്കും ഇതൊക്കെ അറിയാവുന്നതാവാം. അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ജെന്യുവൻ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണോ നിങ്ങൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയത് ആ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റും ചെയ്യാം. അപ്പം പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് അതിന് മുമ്പ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. അപ്പോൾ എൻ്റെ ഈ മുഖത്ത് കണ്ടോ, ഇത് ഫുള്ള് എന്തൊക്കെയോ മാർക്സ് മാതിരി തോന്നുന്നുണ്ടോ? ഇത് എൻ്റെ സ്കിന്ന് ഞാൻ ഈ മാർച്ച് വരെ നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്നായിരുന്നേ. അപ്പം ഞാൻ ഈ മാർച്ച് ഏപ്രിൽ എൻ്റെ വെക്കേഷൻ ടൈമിൽ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നാട്ടിൽ പോകുമ്പം കുറേ നാളുകൊണ്ടുള്ള ഒരാഗ്രഹമായിരുന്നു നമ്മുടെ സർവജ്ഞപീഠം കയറി കുടജാദ്രിയിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുടജാദ്രി പോകുമ്പം അവിടെ മുട്ടൻ വെയിൽ കാരണം എൻ്റെ സ്കിന്ന് മൊത്തം സൺബേൺ ആയി കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഇത് സൺബേൺ ആണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഈ മാർക്സൊക്കെ. അപ്പം പുള്ളി കുറച്ച് ലേസർ ട്രീറ്റ്മെൻറ്റും അതൊക്കെ ചെയ്ത് അതിൻ്റെ കുറച്ച് ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. ഒരു 2-3 മാസം എടുക്കുമെന്നൊന്ന് സെറ്റായി വരാൻ. അപ്പോൾ അത് ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ആ ഡോക്ടറോട് നമുക്ക് ഡെയിലി മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നത്, അപ്പോൾ ഇപ്പം സൺബേണൊക്കെ ആയിട്ട് നിൽക്കുമല്ലേ, അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ് പുള്ളി എനിക്ക് പറഞ്ഞു തന്നത്. ആ പ്രോഡക്റ്റ് എന്താണെന്ന് പറഞ്ഞ് അതിന് നമുക്ക് ആ പ്രോഡക്റ്റ് എന്താണെന്ന് പരിചയപ്പെടാം. അപ്പം ആ പ്രോഡക്റ്റിൻ്റെ പേര് സെറാവേ എന്നാണ് പ്രോഡക്റ്റിൻ്റെ പേര്. അപ്പം അവരുടെ സെറാവയെ പറ്റി നിങ്ങളെല്ലാവരും മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഈ സെറാവയുടെ തന്നെ ഒരു 2-3-4 പ്രോഡക്റ്റ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതൊരു 1.5 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 1.5 മാസമാണോ, 1 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മിനിമം 1 മാസമായിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് നല്ല ആ ഒരു ബേണിൻ്റെ ഒക്കെ റിസൾട്ട് നന്നായിട്ട് കിട്ടിയിട്ടുമുണ്ട്. ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇത് സെറാവേൻ്റെ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ക്ലെൻസറാണ്. സെറാവേ ബ്ലെമിഷ് കൺട്രോൾ ക്ലെൻസർ വിത്ത് ഓയിൽ അബ്സോർബിങ് ടെക്നോളജി. ഇത് നല്ല ഓയിലി സ്കിന്നുള്ളവർക്കും യൂസ് ചെയ്യാം, നോർമൽ ടു ഡ്രൈ സ്കിന്നുള്ളവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. ഇത് ഡെർമറ്റോളജിസ്റ്റ് മോസ്റ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇതിൻ്റെ പെക്യുലാരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അൺക്ലോഗ്സ് പോസ്, റിമൂവ്സ് ബ്ലെമിഷസ് and excess oil without disrupting the skin barrier with the 3 essential ceramides and salicylic acid and niacinamide. ഇതെല്ലാം ഉള്ള പ്രോഡക്റ്റാണ്. ഇത് ടെക്നോളജിക്കലി സെബം കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് വളരെ മൈൽഡ് ക്ലെൻസറാണ്. അതുകൊണ്ട് നമ്മുടെ ഫേസിലെ സ്കിന്നിന് വളരെ നല്ലതായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ സെറാവേൻ്റെ ബ്ലെമിഷ് കൺട്രോൾ ക്ലെൻസർ. അത് ഇതിട്ടിട്ട് ഞാൻ ഫേസൊക്കെ ക്ലീൻ ചെയ്യുന്ന ഇതിപ്പോൾ എനിക്ക് 1 മാസമായിട്ട് എനിക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു ക്ലെൻസറാണിത്. നമുക്ക് ആ ഒരു മുഖത്ത് ഒരു ബേണിങ് സെൻസേഷനോ ഒന്നും വരത്തില്ല. നല്ല ഒരു ടാനിങ്ങും നമുക്ക് കുറയ്ക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറാവേൻ്റെ ഫേഷ്യൽ മോയ്സ്ചറൈസിങ് ലോഷൻ. ദിസ് ഈസ് ഫോർ AM വേണ്ടിയിട്ട് വിത്ത് SPF 50 SPF ഉണ്ട്. പിന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. നോർമൽ ടു ഡ്രൈ സ്കിന്നിൽ യൂസ് ചെയ്യാവുന്ന ഡേ ക്രീമാണ് സെറാവേൻ്റെ ഡേ ക്രീം വിത്ത് SPF 50. സോ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ SPF 50 ഉണ്ട്. അത് കാരണം നമുക്ക് ധൈര്യമായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് സണ്ണിൽ പോവാം എന്നുള്ളതാണ്. എനിക്ക് അന്ന് ഞാൻ പോകുമ്പം എനിക്ക് സൺബേൺ ആയ തന്നെയും അത് ഭയങ്കര കൊടും വെയിലായിരുന്നു. നമ്മൾ ഒരു 1-2 മണിക്കൂർ കണ്ടിന്യൂസ് ആ ഒരു ഉച്ച സമയത്ത് വെയിൽ നിന്നുകൊണ്ടാണ് എനിക്ക് ആ സൺബേൺ വന്നത്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ സൺബേൺ വരുന്നത്. പക്ഷേ അതിൻ്റെയും ഇത് കുറയ്ക്കുന്നുണ്ട്. നമുക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്, ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റാണിത്. അതിൻ്റെ തന്നെ നൈറ്റ് ക്രീം ഉണ്ട്, സെറാവേ ഫേഷ്യൽ മോയ്സ്ചറൈസിങ് PM മോയ്സ്ചറൈസിങ് ലോഷൻ PM. അതായത് വിത്ത്
3 essentials ceramides, niacinamide and hyaluronic acid. ഫ്രം നോർമൽ ടു ഡ്രൈ സ്കിന്നിൽ യൂസ് ചെയ്യാവുന്നതാണ്. നൈറ്റ് ക്രീമാണ്. ഡെയിലി നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പം പോകുമ്പോൾ അത് യൂസ് ചെയ്യാം. വന്നു കഴിഞ്ഞിട്ട് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഇത് അപ്ലൈ ചെയ്യാം. പിന്നെ അതുകൂട്ട് തന്നെ സെറാവയുടെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് സെറാവെ ഐ റിപ്പയർ ക്രീം. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് നോക്കിയാൽ ഐ റിപ്പയർ ക്രീം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുന്നത്. ഇപ്പം ഞാൻ രാവിലെ തൊട്ട് എൻ്റെ ജോലി എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്ക്രീനിൽ മോണിറ്റർ ചെയ്യുന്ന ഒരു ജോലിയാണ്. സ്ക്രീനിൽ മോണിറ്റർ ചെയ്യുന്ന ജോലി ആയത് കാരണം എനിക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ബിക്കോസ് ഞാൻ വൈകുന്നേരം വരുമ്പോഴത്തേക്കും എൻ്റെ ഐലിഡ്സൊക്കെ ഐലിഡ്സിൻ്റെ താഴെയൊക്കെ ഭയങ്കര നല്ല പഫ്നെസ് ഒക്കെ ഉണ്ടാവും, നമ്മൾ കണ്ടിന്യൂസ് സ്ക്രീനിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാരണം. അപ്പം ഇതെനിക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ അപ്ലൈ ചെയ്യുമ്പം എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. ഐ റിപ്പയർ ക്രീം വിത്ത് 3 essential ceramides ആൻഡ് ഹൈലൂറോണിക് ആസിഡ്. ഇതും സെറാവേൻ്റെ ഐ റിപ്പയർ ക്രീമാണ്. പിന്നെ വേറൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറാവേൻ്റെ റീസർഫേസിങ് റെറ്റിനോൾ സിറം. ഇത് പക്ഷേ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം ഉപയോഗിക്കേണ്ടത്. ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്ക്ലി വൺസോ വീക്ക്ലി ട്വൈസോ നമ്മുടെ സ്കിൻ അതിനോട് എന്ത് അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് വേണം ഈ റെറ്റിനോൾ സിറം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പൊതുവേ നമ്മൾ റെറ്റിനോൾ രാത്രിയിലാണ് യൂസ് ചെയ്യുന്നത്. അവരും ഡെർമറ്റോളജിസ്റ്റും റെക്കമെൻഡ് ചെയ്യുന്നത് ആദ്യത്തെ ഒരു 1 month നമ്മൾ വീക്ക്ലി വൺസേ യൂസ് ചെയ്യാവുള്ളൂ. പിന്നത്തെ ഒരു 1 month നമ്മൾ വീക്ക്ലി ട്വൈസോ ത്രൈസോ വെച്ച് യൂസ് ചെയ്ത് നമുക്ക് പിന്നെ അത് കൂട്ടി ഡെയിലി യൂസ് ചെയ്യുന്ന തരത്തിലാകാം. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ സണ്ണിൽ പോകാൻ പാടില്ല. സണ്ണിൽ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ടാൻ അടിക്കുകയും നമ്മുടെ പിഗ്മെൻറ്റേഷൻ വരാനുള്ള മെയിൻ റീസണാണ് ഇത്. അപ്പം ഇതാണ് റീസർഫേസിങ് സെറാവയുടെ റെറ്റിനോൾ സിറം. അപ്പം ഇത്രയുമാണ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലെൻസർ, പിന്നെ സെറാവേൻ്റെ AM ക്രീം വിത്ത് SPF 50, സെറാവേൻ്റെ PM ക്രീം, പിന്നെ സെറാവേൻ്റെ ഐ റിപ്പയർ ക്രീം ആൻഡ് സെറാവേൻ്റെ റീസർഫേസിങ് റെറ്റിനോൾ സിറം. അപ്പം ഞാൻ ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം ഇതാണ് എൻ്റെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി കാണുന്നവരെ ബൈ ബൈ.